വെൽക്കം ടു എപ്പിസോഡ് 8, 8ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ നമുക്കൊരു ടാർഗറ്റഡ് മാർക്കറ്റ്, അതായത് എവിടേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഒരു എപ്പിസോഡിൽ. കാരണം നമ്മൾ ഇതിനു മുമ്പ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. സോ അത് വിശദമായിട്ട് വേണമെങ്കിൽ അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളോടൊക്കെ പറയുന്നുണ്ട് പ്രോഡക്റ്റിനെ കുറിച്ച്. പക്ഷേ നമ്മളിപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്താൽ ആ പ്രോഡക്റ്റ് ഏത് രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നതാണ്. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പ്രോഡക്റ്റ് സെലക്ഷനും അതുപോലെ തന്നെ നമ്മൾ എവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നതും നമ്മുടെ സക്സസിനെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യത്ത് ഉള്ള സാധനം അങ്ങോട്ട് തന്നെ നമ്മൾ കയറ്റി അയക്കുകയാണെങ്കിൽ അവിടെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, കാരണം അവരുടെ പ്രോഡക്റ്റിനെ അവർ സംരക്ഷിക്കാൻ വേണ്ടി. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഇതിന് ഡിമാൻഡേ ഇല്ല, അതുകൊണ്ട് നമുക്ക് മികച്ച വില കിട്ടുകയില്ല. അപ്പം നമുക്ക് പലതും പ്രൊഡക്ഷൻ ഇല്ലാത്ത രാജ്യങ്ങൾ, അങ്ങനെയുള്ള രാജ്യങ്ങളെ നമ്മൾ കണ്ടെത്തണം. അവിടേക്ക് വേണം നമ്മളുടെ പ്രോഡക്റ്റിന് അവിടെ പ്രൊഡക്ഷൻ ഇല്ല, അവിടെ ഡിമാൻഡ് ഉണ്ട്, അവിടെ വില കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കയറ്റി അയക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ആഫ്രിക്കയിലേക്ക് കയറ്റി അയക്കുകയാണ്. ആഫ്രിക്കയിൽ പല പ്രോസസ്ഡ് ഫുഡ് അതുപോലുള്ള സാധനങ്ങൾക്ക് പലപ്പോഴും മാനുഫാക്ചറിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡുണ്ട്. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ ഈവൻ ഡിറ്റർജൻറ്റ് പൗഡറിന് പോലും പ്രോസസ്സിങ് മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ അവിടെ ഓൺ കമ്പനീസ് വളരെ കുറവുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് ഇതേപോലുള്ള സാധനങ്ങൾ, FMCG ഐറ്റംസ് ഒക്കെ നമുക്ക് കയറ്റി അയക്കാം. ഡ്രസ്സ് അറിയാം, ആഫ്രിക്കയിൽ നൂല് ഉണ്ടാക്കുന്ന ഈ പറയുന്ന സംഗതികളൊക്കെ, കോട്ടൺ ഒക്കെ കൃഷിയുണ്ട്. പക്ഷേ അവിടെ അതുണ്ടെങ്കിൽ പോലും അവിടെ ഈ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കുറവാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റൈലിന് നല്ല വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റൈൽ ഐറ്റംസ് അവിടേക്ക് കയറ്റി അയക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ടാർഗറ്റഡ് മാർക്കറ്റ് നോക്കണം. ഏത് രാജ്യത്താണ് ഒരു സാധനത്തിന് ഡിമാൻഡ് ഉള്ളത്? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിന്ന് ഡയമണ്ട്സ് കയറ്റി അയക്കുന്നുണ്ട്. ഡയമണ്ട്സ് കയറ്റി അയക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് റഫ് ഡയമണ്ട് ഇന്ത്യയിലേക്ക് വരികയും അത് ഇന്ത്യയിൽ കട്ട് ആൻഡ് പോളിഷ് ചെയ്തിട്ട് ഇന്ത്യ USA പോലുള്ള മാർക്കറ്റിലേക്ക് കയറ്റി അയക്കുന്നു. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ പലപ്പോഴും ഈ ഒരു ഡയമണ്ട്സ് കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ് USA എന്ന് പറയുന്നത്. കാരണം അവിടെ അതിന് ഡിമാൻഡുണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിൽ അതിന് ഡിമാൻഡുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ വളരെ മുമ്പേ തന്നെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സ് വളരെ കുറഞ്ഞ രീതിയിൽ, നമുക്ക് അങ്ങോട്ടെല്ലാം ടാക്സ് ഇല്ലാത്ത രീതിയിൽ പല സാധനങ്ങൾ കയറ്റി അയക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കയറ്റി അയക്കുന്ന വിവിധ തരത്തിലുള്ള ഭക്ഷ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ GCC കൺട്രി, ദുബായിലേക്കും മറ്റ് അതുപോലുള്ള ഗൾഫ് കൺട്രീസിലേക്കും നമ്മൾ ഇവിടുത്തെ പച്ചക്കറി ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും കയറ്റി അയക്കുന്നുണ്ട്. മീൻ കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഫിഷ് ഏതാണ്ട് ഒരുപാട്, എനിക്ക് തോന്നുന്നു 50-100ഓളം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഫിഷ് കയറ്റി അയക്കുന്നുണ്ട്. ഫ്രോസൺ ചെയ്ത ഫിഷ് കയറ്റി അയക്കുന്നുണ്ട്. അപ്പം ഓരോ രാജ്യത്തെയും ഡിമാൻഡ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ആ ഡിമാൻഡ് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ഡേറ്റ, ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡേറ്റ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്വയം ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, കാരണം ബിസിനസ് ചെയ്യാൻ പോകുന്നവൻ അത്രയെങ്കിലും മെനക്കെടണമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ എന്തൊക്കെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തു, എന്തൊക്കെ സാധനങ്ങൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തു, പിന്നെ ഈ ഡേറ്റകൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഓരോ രാജ്യത്തിൻ്റെ അടുത്ത്. ഫോർ എക്സാമ്പിൾ, ആഫ്രിക്കയിലേക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കയറ്റുമതി ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ, വളരെ സിമ്പിളായി സെർച്ച് ചെയ്താൽ മതി. ഇപ്പം ഞാൻ കയറ്റി അയക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്താണോ ആ സാധനം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ച് ഏത് രാജ്യത്തേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു രാജ്യം ഇരുന്ന് തിരഞ്ഞെടുക്കുക, ആ രാജ്യത്തേക്ക് ഈ സാധനം ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ അത് നോക്കുക. മാത്രമല്ല മറ്റൊന്നും കൂടി നോക്കണം. ഇപ്പോൾ 2026 നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ 2025 ഡേറ്റയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കൃത്യമായി കിട്ടുന്നത്. അതായത് 2025 എത്ര ടൺ സാധനം ഈ രാജ്യം, അതായത് നമ്മുടെ ഉൽപ്പന്നം എന്താണോ, നമ്മുടെ ഉൽപ്പന്നം സോപ്പാണെങ്കിൽ ആ സോപ്പ് ഈ രാജ്യം, ഫോർ എക്സാമ്പിൾ ആഫ്രിക്കയിലെ ബെനിൻ എന്ന് പറയുന്നൊരു രാജ്യം, അല്ലെങ്കിൽ സെനഗൽ എന്ന് പറയുന്നൊരു രാജ്യമാണെന്ന് കരുതുക, നമ്മൾ കയറ്റി അയക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സെനഗൽ എത്രത്തോളം ഈ ഡിറ്റർജൻറ്റ് അവിടേക്ക് പിന്നെ ഇറക്കുമതി ചെയ്തു എന്ന് നമ്മൾ 2025 ഡേറ്റ നോക്കണം, 2020 ഡേറ്റ നോക്കണം, ഒരു 2022 ഡേറ്റ നോക്കണം. അപ്പോൾ നമുക്കൊരു പാറ്റേൺ അറിയാം, ഈ സാധനത്തിൻ്റെ എക്സ്പോർട്ട് അവിടെ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത്.
അപ്പം നമ്മുടെ പ്രോഡക്റ്റിന് അവിടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഡിമാൻഡ് സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുറയുന്നു. അതായത് മുൻ വർഷങ്ങളിൽ 1000 ടൺ ഇറക്കുമതി ചെയ്തു, ഞാനൊരു ഉദാഹരണം 1000 ടൺ ഇറക്കുമതി ചെയ്തു, എന്നാൽ അതിൻ്റെ അടുത്ത വർഷം 800 ടൺ, അതിൻ്റെ അടുത്ത വർഷം 500 ടൺ, അതിൻ്റെ അടുത്ത വർഷം 200 ടൺ, ആ ഒരു രീതിയിലാണ് പാറ്റേൺ പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്ത് നമ്മുടെ ഡിമാൻഡ് കുറഞ്ഞ് വരികയാണെന്നുള്ളതാണ്. അപ്പം എക്സ്പോർട്ടിന് മുമ്പ് നമ്മൾ അത്യാവശ്യം ഹോംവർക്ക് ചെയ്യണം. ഏത് രാജ്യത്തേക്ക് ഏത് സാധനമാണ് കയറ്റി അയക്കുന്നത് എന്നുള്ളത്. അപ്പം അവിടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ചില രാജ്യങ്ങൾ, ഇഷ്ടമുള്ള ചില പ്രോഡക്റ്റുകളും ഉണ്ടായിരിക്കും. നമ്മുടെ ഇഷ്ടമല്ല യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത്. കാരണം ഒരു ഉദാഹരണം കൂടെ പറയാം. എനിക്കിപ്പം മലയാളികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ മലയാളികൾക്ക് കയറ് കയറ്റുമതി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, സ്പൈസ് കയറ്റുമതി ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുട്ടനാട്ടിലാണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ അരി കയറ്റുമതി ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള കുറച്ച് രാജ്യങ്ങളിൽ ഓക്കെ എനിക്ക് അരി കയറ്റുമതി ചെയ്യണം, എങ്ങോട്ട്? UAE-യിലേക്ക്. കാരണം എനിക്ക് UAE-യും ഭയങ്കര ഇഷ്ടമാണ്, അരിയും ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ സ്പൈസ് എനിക്ക് ഇഷ്ടമാണ്, സ്പൈസ് UAE-യിലേക്ക്. അപ്പം നമ്മൾ പക്ഷേ ഈ രണ്ട് പ്രോഡക്റ്റുകളും വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റും കൺട്രിയും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റിനോട് നമുക്കൊരു പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കൺട്രിയോട് ഒരു പ്രത്യേക സ്നേഹമോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും ബിസിനസ് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ആ കൺട്രിയിൽ ഈ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ എന്നത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. സോ കൺട്രി സെലക്ഷൻ. ഇനി കൺട്രി സെലക്ഷൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിവുള്ള ആൾക്കാരെ ഹയർ ചെയ്യാം. ഇൻ്റർനാഷണൽ കൺസൾട്ടൻറ്റുകളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അവരുടെ ഡേറ്റ അനുസരിച്ച് അല്ല അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ അവിടുത്തെ ഡിമാൻഡ് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഗൂഗിൾ ഡേറ്റ നമുക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് ചില കൺട്രികളുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആഫ്രിക്കയിൽ പലപ്പോഴും നമ്മളൊരു ഗൂഗിൾ ഡേറ്റ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ആക്യുറസി നമുക്ക് വലിയ പ്രശ്നമാണ് പലപ്പോഴും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. സെനഗൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ആദ്യമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആഫ്രിക്കൻ രാജ്യമാണ് സെനഗൽ, ഡക്കാർ എന്ന് പറയുന്ന ക്യാപിറ്റൽ. അപ്പോൾ സെനഗലിൻ്റെ പോർട്ട് വലുതാണ്, ഡക്കാർ പോർട്ട് എന്ന് പറയും. പോർട്ട് നല്ലൊരു പോർട്ടാണ്, ആഫ്രിക്കയിലെ നല്ല പോർട്ടുകളിലൊന്നാണത്. അപ്പോൾ അവിടേക്കുള്ള ഒരു ഗൂഗിൾ ഡേറ്റ നമ്മൾ നോക്കിയാൽ സെനഗൽ ഇമ്പോർട്ട് ചെയ്യുന്ന പല സാധനവും യഥാർത്ഥത്തിൽ സെനഗലിന് വേണ്ടിയല്ല, പകരം അതിൻ്റെ അപ്പുറത്ത് മാലി എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, ഗിനിയുണ്ട്, പിന്നെ തൊട്ടടുത്ത് ഗാംബിയ ഉണ്ട്. അപ്പോൾ ഈ പല രാജ്യങ്ങളിലേക്കും സെനഗലിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം ഇവിടെ നിന്ന് അടുത്ത രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് അവിടുന്ന് ലോക്കൽ ട്രേഡേഴ്സ് വന്നത് വാങ്ങിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഡേറ്റയിൽ സാധാരണഗതിയിൽ വരേണ്ടതാണ്. പക്ഷേ ഇവിടുത്തേക്ക് ഒരു ചെറിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ പലയിടത്തെ ഒരു കുത്തഴിഞ്ഞ ഒരു വ്യവസ്ഥ ആയതുകൊണ്ട് പലപ്പോഴും അതാത് രാജ്യങ്ങളിലേക്ക് വരുന്ന സാധനങ്ങളുടെ ഡേറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുന്ന് വാങ്ങിച്ച് ലോക്കൽ ട്രേഡേഴ്സിനെ പോലുള്ള ഒരു അതിർത്തി കടത്തി അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പലപ്പോഴും ഡേറ്റ ഉണ്ടാകാറില്ല. അപ്പോൾ ഈ ഡേറ്റ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്കത് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെൻറ്ററെ അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ബിസിനസ് ചെയ്യുന്ന പലരും അവരുടെ ബിസിനസ് പറഞ്ഞു തരാൻ താല്പര്യമില്ലാത്തവരാണ്. ഒരു ഷെയർ ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇല്ല. അല്ലെങ്കിൽ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന പലരും അവരുടെ ആശയങ്ങളും അവരുടെ മാർക്കറ്റും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് അത്രയും റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് അത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ടാർഗറ്റഡ് കൺട്രി എന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം, മനസ്സിൽ കിട്ടുന്നില്ല. ടാർഗറ്റഡ് കൺട്രി എന്ന് പറയുമ്പം എല്ലാവർക്കും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും ദുബായിലേക്കും ഇതുപോലുള്ള എല്ലാവരും എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്ക് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസും നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രോഫിറ്റും ഒക്കെ കുറയാം. കാരണം ഞാൻ 100 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്ന സാധനം അവിടെ 98 രൂപയ്ക്ക് കൊടുക്കാൻ വേറൊരാളുണ്ടാവും, അടുത്ത ആൾ വരെ 95 രൂപയ്ക്ക് അത് എത്തിച്ചു കൊടുക്കാനായിട്ട് ആൾ കാണും. അപ്പം നമ്മൾ ഈ ടാർഗറ്റഡ് കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്താണ് ഈ ആവശ്യം കൂടുതലും അവിടെ സപ്ലൈ കുറവുമുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ ആഫ്രിക്ക ഒരു വലിയ ഒരു സ്വർഗ്ഗമാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ആഫ്രിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർക്ക് പേടിയാണ്. ആഫ്രിക്കയിൽ എക്സ്പോർട്ട് ചെയ്താൽ കാശ് കിട്ടുമോ, അയ്യോ ആഫ്രിക്കക്കാർ ഞങ്ങളെ പറ്റിക്കത്തില്ലേ, അവിടെ പോയാൽ തല പോവോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പേടിയുമായിട്ട് ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കോമ്പറ്റീഷൻ കുറവാണ്. അപ്പോൾ അതാണ് ആഫ്രിക്കയിൽ പല സാധനങ്ങൾക്കും ബെറ്റർ പ്രൈസ് കിട്ടും. അതായത് 5 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന പാർലേജി ബിസ്ക്കറ്റ്, ഇപ്പോൾ 5 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല, പക്ഷേ അങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മൾ 10 രൂപയുടെ പോലുള്ള ബിസ്ക്കറ്റേ കണ്ടുള്ളൂ, പക്ഷേ 5 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റിന് ആഫ്രിക്കയിൽ 60 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്.
ഞാൻ ഉദാഹരണം, നമ്മൾ ടൂത്ത് ബ്രഷിന് ആഫ്രിക്കയിൽ 250 രൂപയൊക്കെയാണ് ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതേ സാധനം നിങ്ങൾക്കിവിടെ 10 രൂപയ്ക്കൊക്കെ മാനുഫാക്ചർ ചെയ്ത് കിട്ടും. ഞാൻ പറയുന്ന ഉദാഹരണം, ഇപ്പോൾ ഡിറ്റർജൻറ്റ് 20 രൂപ 25 രൂപ റേഞ്ചിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ ഉണ്ടാക്കി തരുന്ന ഡിറ്റർജൻറ്റിന് ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ 150-200 രൂപ ലോക്കൽ പ്രോഡക്റ്റിന് വരെ വിലയുണ്ട്. അപ്പം ആ ഒരു പ്രൈസ് ഡിഫറൻസ് പലപ്പോഴും ഏത് മാർക്കറ്റിലാണ് ആൾക്കാർ ഇറങ്ങാൻ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് പേടിയുള്ളത്, ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ പോകണ്ട എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കുറവുള്ള അങ്ങനെയുള്ള മാർക്കറ്റ് കണ്ടെത്തുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് സെലക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റ് സെലക്ഷൻ നമ്മൾ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള എല്ലാം തികഞ്ഞ രാജ്യങ്ങളല്ല പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ആവശ്യമുള്ള രാജ്യങ്ങളിൽ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ, നമുക്കിഷ്ടമുള്ള പ്രോഡക്റ്റ് അല്ല, മാർക്കറ്റിന് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.